തിരുവനന്തപുരം മുൻ DCC പ്രസിഡന്റ് പാലോട് രവിയുടെ ഫോൺ സംഭാഷണം വിവാദം അന്വേഷിക്കാൻ KPCC. അന്വേഷണ ചുമതല അച്ചടക്ക സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ശബ്ദരേഖ പ്രചരിച്ചതടക്കം അന്വേഷിക്കും. വിവരങ്ങളുമായി D. ബിനോയ് ചേരുന്നു. ബിനോയ്, ഈ ഒരു പാലോട് രവിയുടെ ഫോൺ സംഭാഷണം ഈ ഒരു കോൺഗ്രസിനെ ഏറെ പ്രതിസന്ധിയിലാക്കിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ അത് അന്വേഷിക്കാനായി അന്വേഷണ ചുമതല അച്ചടക്ക സമിതി അധ്യക്ഷനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് നൽകിയിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ ദിവസം KPCC യോഗം ചേർന്നാണ് ഇത്തരത്തിൽ ഒരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അച്ചടക്ക സമിതിയുടെ ചുമതലയുള്ള കോൺഗ്രസ് നേതാവ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണം എന്നുള്ളതാണ് KPCCയുടെ ആവശ്യം. ഇതിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലെന്തെങ്കിലും വിഭാഗീയ പ്രവർത്തനങ്ങൾ, അതായത് ഈ ഫോൺ കോൾ വഴി ഏതെങ്കിലും തരത്തിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് ഉള്ള നീക്കമാണോ, അതല്ലെങ്കിൽ പാർട്ടിയെ വല്ലാത്ത തരത്തിൽ ഇത് ദോഷം ചെയ്യുമോ, രണ്ടാമത്തേത് നേരത്തെ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഈ ജില്ലയിൽ നിലനിൽപ്പുണ്ടോ, അതായത് കോൺഗ്രസിനെ അവമതിപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരത്തെ മുതൽ ജില്ലയിൽ നിൽപ്പുണ്ടോ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു അന്വേഷണം നടത്താനാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും അന്വേഷണം നടത്തുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹം ഈ രണ്ട് പേരുടെയിൽ നിന്നും, അതായത് ജലീൽ ഒപ്പം തന്നെ പാലോട് രവി, ഇവർ രണ്ടുപേരുമാണ് തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കുന്നുണ്ട്. കാരണം കോൺഗ്രസ് ഒരു എടുക്കാച്ചരക്കായി മാറുമെന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും LDF അധികാരത്തിൽ വരും, ഇങ്ങനെ തുടങ്ങിയ കുറേ വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നേതാക്കന്മാരെല്ലാം തന്നെ പറയുന്നത് ഒരു നാക്കുപിഴവ് എന്ന തരത്തിലേക്ക് ഇത് പറഞ്ഞു വെക്കുന്നെങ്കിൽ പോലും വാക്കുകളുടെ പ്രയോഗവും അസ്ഥാനത്ത് ഉപയോഗിച്ച വാക്കുകളും ഇത് രണ്ടും വലിയ തരത്തിൽ കോൺഗ്രസിന് മുറിവേൽപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല അണികളിൽ ഒരു അവമതി ഉണ്ടാക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. ഇത്തരം സാഹചര്യങ്ങളെക്കുറിച്ച് ഉള്ള ഒരു അന്വേഷണം അതാണ് ഇപ്പോൾ തിരുവഞ്ചൂരിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ രണ്ട് പേരിൽ നിന്ന് മൊഴിയെടുക്കുന്നതിനൊപ്പം തന്നെ KPCCയുടെ അഭിപ്രായങ്ങൾ കൂടി ആരാഞ്ഞതിന് ശേഷമായിരിക്കും റിപ്പോർട്ട് KPCCക്ക് നൽകുക. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലെ ഫോൺ സന്ദേശം അണികളിൽ വലിയ തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കളും പറയുന്നത്. കാരണം വിജയം വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ ഒട്ടുമിക്ക പഞ്ചായത്തുകളും ഇപ്പോൾ UDFന് നഷ്ടമായ ഒരു സാഹചര്യമാണ്. ഒപ്പം കോർപ്പറേഷനുകൾ കൈവശമില്ല. ഇത്തരത്തിലൊരു നിർണായക ഘട്ടത്തിൽ കോൺഗ്രസിന് അവമതിപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ഫോൺ സംഭാഷണം, അതും പ്രത്യേകിച്ചും ഒരു DCC പ്രസിഡന്റ് ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നത് അതുമായി യോജിക്കാൻ കഴിയില്ല എന്ന നിലപാട് തന്നെയാണ് KPCC നേതാക്കന്മാർക്കുള്ളതും AICC നേതാക്കന്മാർക്കുള്ളതും. ഒപ്പം ഇത്തരം കാര്യങ്ങൾ ഇനി ഉണ്ടാവാൻ ഇടയാകരുത് എന്ന ഒരു കാര്യം കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു അന്വേഷണത്തിലേക്ക് പോകുന്നത്. അതാണ് ഇന്നലെ KPCC അധ്യക്ഷൻ തന്നെ പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം ഉണ്ടാകും, അന്വേഷണത്തിന് ശേഷം നടപടികളിലേക്ക് നീങ്ങും. നിലവിൽ പാലോട് രവി സ്ഥാനം രാജിവെച്ച് മാറി നിൽക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതേസമയം ജലീലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ തിരുവഞ്ചൂരിൻ്റെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷമായിരിക്കും അടുത്ത നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുക. ദീപ്തി. തീർച്ചയായും ബിനോയ്, അതുപോലെ തന്നെ ഈ ഒരു DCC പ്രസിഡന്റായി N. ശക്തൻ ഇന്ന് ചുമതലയേൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അല്പസമയത്തിനുള്ളിൽ തന്നെ N. ശക്തൻ തിരുവനന്തപുരം DCC അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി ചുമതലയേൽക്കും. ഇന്നലെ ചേർന്ന KPCC യോഗത്തിലാണ് അടിയന്തരമായി N. ശക്തനോട് ചുമതല ഏറ്റെടുക്കുവാൻ നിർദ്ദേശിച്ചത്. കാരണം ജില്ലയിലെ മുതിർന്ന നേതാവ്, മുൻ സ്പീക്കർ, ഒപ്പം ഗ്രൂപ്പിന് അതീതമായി പ്രവർത്തിക്കുന്ന നേതാവ്, ഇത്തരം കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് വലിയ മതിപ്പ് അണികൾക്കിടയിൽ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ നേതാക്കന്മാർക്കുണ്ട്. പ്രത്യേകിച്ചും ഇനി വരാൻ പോകുന്നത് തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ്. അതിന് തൊട്ട് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നുണ്ട്. എന്തായാലും ഈ സാഹചര്യത്തിൽ അണികളിൽ ഒരിക്കൽ കൂടി ശക്തി ആർജിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തന മേഖലകളിൽ കൂടുതൽ കർമ്മനിരതരാക്കുക എന്നൊരു ലക്ഷ്യം N. ശക്തന് മുന്നിലുണ്ട്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തണം എന്ന് KPCCയും N. ശക്തനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം N. ശക്തനാകട്ടെ പാലോട് രവിയെ ന്യായീകരിച്ചാണ് കഴിഞ്ഞ ദിവസം സംസാരിച്ചത്. അത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചിട്ടില്ല, അത് അറിയാതെ പറഞ്ഞു പോയതാണ് എന്ന തരത്തിലൊരു ന്യായീകരണമാണ് N. ശക്തൻ്റെ ഭാഗത്ത് നിന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായത്. എന്നാൽ ഇത് KPCC അംഗീകരിക്കാൻ സാധ്യതയുമില്ല. എന്തായാലും N. ശക്തൻ ഇന്ന് ചുമതല ഏറ്റെടുക്കും. ഇത് ഇപ്പോൾ പാർട്ടിക്ക് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വാർഡ് വിഭജനത്തിൽ തന്നെ പാർട്ടിക്ക് വലിയ തരത്തിൽ ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും വാർഡ് വിഭജനത്തിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ ആഗോളം ഉണ്ടായിരിക്കുന്നു. ആ ഒരു മാറ്റം ഒരുപക്ഷെ കോൺഗ്രസിനെ ബാധിക്കും. ഒപ്പം ഈ വോട്ടർ പട്ടികയിലും വലിയ തരത്തിലുള്ള പിശകുകളുണ്ട്. ഈ പിശകുകൾ കൂടി ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ താഴെത്തട്ട്, അതായത് ബ്ലോക്ക്
തല മുതൽ തന്നെ നേതാക്കന്മാരെ മുൻനിർത്തിക്കൊണ്ട് ഈ വോട്ടർ പട്ടികയിലെ പിശകുകൾ തിരുത്തി ഏതെങ്കിലും നേതാക്കന്മാരുടെയോ അല്ലെങ്കിൽ കോൺഗ്രസ് അനുകൂലികളുടെയോ ഒക്കെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതുകൂടി ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു നീക്കം നടത്തണം എന്നുള്ള നിർദ്ദേശമാണ് എൻ ശക്തന് മുന്നിൽ ആദ്യപടിയായി ഉള്ളത്. അതിന് തൊട്ട് പിന്നാലെ ഏകദേശം KPCC രൂപീകരണം അല്ലെങ്കിൽ KPCC പുനഃസംഘടന കഴിയുന്നതോടെ തന്നെ അടുത്ത ജില്ലാ പ്രസിഡന്റിന് ഇത് ഭരണം കൈമാറും. അത് ഏകദേശം 1 മാസം സമയമെടുക്കും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. നിലവിൽ ശബരിനാഥ് ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ DCC പ്രസിഡന്റുമാരുടെ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. എന്നാൽ ഇതിന് അന്തിമ തീരുമാനം KPCC ആണ് എടുക്കേണ്ടത്. KPCC ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ നടത്തിവരികയാണ്. ദീപ്തി. ശരി. തിരുവനന്തപുരം മുൻ DCC പ്രസിഡന്റ് പാലോട് രവിയുടെ ഫോൺ സംഭാഷണം വിവാദം അന്വേഷിക്കാൻ KPCC അന്വേഷണ ചുമതല അച്ചടക്ക സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്. ശബ്ദരേഖ പ്രചരിച്ചതടക്കം അന്വേഷിക്കും. അതേസമയം തിരുവനന്തപുരം DCC പ്രസിഡന്റായി എൻ ശക്തൻ ഇന്ന് ചുമതലയേൽക്കും. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.